നമസ്കാരം ശർമ്മജി. നമസ്തേ. നമുക്ക് തിരുവല്ലയിൽ നിന്നാണ് കണ്ണൻ നായരാണ് കത്തെഴുതുന്നത്. തൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. 7 പൊരുത്തമുണ്ടായിരുന്നു. മകളുടെ നക്ഷത്രം അനിഴവും മരുമകൻ്റെ നക്ഷത്രം മൂലവുമാണ്. പക്ഷേ രാശി പൊരുത്തമില്ല. അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ താല്പര്യപ്പെടുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്, സ്ത്രീയുടെ ജന്മരാശി ജന്മനക്ഷത്രം മുതലാണ് കണക്ക് കൂട്ടുന്നത്. ഒരു വിവാഹത്തിനും മറ്റും പഴയ കാലഘട്ടത്തെങ്കിൽ ഈ വിവാഹപ്പൊരുത്തമൊക്കെ നോക്കിയിരുന്ന, ജ്യോതിശാസ്ത്രത്തെ മാത്രം അവലംബിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് നാമമാത്രമായ ചില കാര്യങ്ങൾ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാശിപ്പൊരുത്തവും രാശ്യാധിപപ്പൊരുത്തവും വശ്യപ്പൊരുത്തവും മാഹേന്ദ്രപ്പൊരുത്തവും ഗണപ്പൊരുത്തവും ദീർഘപ്പൊരുത്തവും രജുപ്പൊരുത്തവും വേദപ്പൊരുത്തവും ദിനപ്പൊരുത്തവും യോനിപ്പൊരുത്തവും ചൊവ്വാദോഷവും മറ്റു പാപദോഷങ്ങളും ഷഷ്ടാഷ്ടമവും അഷ്ടമഷഷ്ടവും രജുവേദ ദോഷങ്ങളും അതുപോലെ തന്നെ രാജയോഗങ്ങളുള്ള ജാതകം, രാജയോഗങ്ങളിൽ പെട്ടവരെ കൊണ്ട് മാത്രം കെട്ടിക്കുക, ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടങ്ങൾ അങ്ങനെ അതിൻ്റെ ചുരുങ്ങി ഇപ്പം കുറച്ച് പൊരുത്തങ്ങൾ മാത്രം ഉണ്ടോ എന്ന് മാത്രം നോക്കി വിവാഹം നടത്തി വിടുക എന്നുള്ളതാണ്. എന്താണ് രാശിപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ, സ്ത്രീ ജനിച്ച രാശിയുടെ ആ നക്ഷത്രത്തിൽ തന്നെ പുരുഷൻ ജനിക്കുന്നത്, അതായത് വളരെ ദൂരെ നക്ഷത്രം, അതായത് വളരെ ദീർഘപ്പൊരുത്തത്തോടു കൂടി നക്ഷത്രം കിട്ടുകയാണെങ്കിൽ ഒരു രാശിയിലെ ഭിന്ന നക്ഷത്രം സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ്. അതിനകത്ത് മറ്റ് ദോഷങ്ങളൊന്നും ബാധകമല്ല. ഇതിപ്പോൾ വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശി തന്നെയാണ് രണ്ടുപേരുമെങ്കിൽ ഏറ്റവും അത്യുത്തമമായിരുന്നു. വളരെ ദീർഘ ദാമ്പത്യത്തിൽ കിട്ടും. രണ്ടാമത്തെ രാശി ആയ ധനു രാശിയിലാണ് വരൻ നിൽക്കുന്നത്. അപ്പോൾ ജനിച്ച രാശിയുടെ രണ്ടാമത്തെ രാശി പെട്ട ആളിനെ വിവാഹം കഴിക്കുകയോ ടുഗദർ ലീവിങ്ങോ സംബന്ധമോ ഗാന്ധർവമോ ഇണജീവിതമോ ഒക്കെ അങ്ങനെ ഒത്തിരി വിശദീകരിച്ച് വേണം ഇക്കാലത്ത് പറയാൻ. രജിസ്റ്റർ കല്യാണമോ ജീവിതം അങ്ങ് തുടങ്ങി, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എങ്ങനായാലും ചുരുക്കത്തിൽ ഇണജീവിതം എന്ന് പറയാം. അങ്ങനെ രണ്ടാം രാശിപ്പെട്ട ഇണയെ ജീവിക്കാൻ കിട്ടുകയാണെങ്കിൽ അവിടെ സാമ്പത്തികപരമായിട്ട് എത്ര ഉണ്ടാക്കിയാലും ഇരിക്കുകയില്ല. കോടാനുകോടി വന്നാലും അവസാനം ദാരിദ്ര്യത്തിലേക്കായിരിക്കും. ഒന്നും എടുത്തു കാണിക്കാനില്ല. കാര്യമായി ഉണ്ടും തിന്നും കുടിച്ചും രസിച്ചും വസ്ത്രമണിഞ്ഞും ആഭരണമണിഞ്ഞും ഒന്നും കളയുന്നതല്ലേ പോലും എത്ര കൊടുത്താലുമില്ല എന്ന് പറയുന്ന ചില രാശികൾ രണ്ടാമത്തെ രാശിയിൽ വിവാഹം കഴിച്ചാൽ അങ്ങനെയാവും. മൂന്നാമത്തെ രാശിയാണെങ്കിൽ അവിടെ എന്നും രോഗവും കലഹവും പരസ്പര വൈരാഗ്യങ്ങളും സംശയരോഗങ്ങളും ഒക്കെ ആയിട്ട് എത്ര സമ്പത്തുണ്ടെങ്കിലും അസ്വസ്ഥതയായിരിക്കും. അപകടമോ അതുപോലുള്ള കാര്യങ്ങളും രോഗവും അപമാനഭീതമായിട്ടും സംശയരോഗങ്ങളും ഒക്കെ അലതല്ലുന്നതാണ് മൂന്നാമത്തെ രാശിയിൽപ്പെട്ട വിവാഹബന്ധം നടത്തിയാലും. അഞ്ചാമത്തെ രാശിയാണെങ്കിൽ സന്താനം ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകളും അഥവാ സന്താനമുണ്ടായാൽ അതുങ്ങൾക്കെന്നും അസുഖങ്ങളും കാര്യങ്ങളും യോജിപ്പിൽ എത്താൻ വയ്യാത്ത സാഹചര്യങ്ങളും വരിക. ആറാമത്തെ രാശിയാണെങ്കിൽ ഷഷ്ടാഷ്ടമദോഷം, അതായത് എന്നും കലഹം, സംശയരോഗം, അലമ്പ് മുതലായവ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എത്രയെല്ലാം ധനമോ പ്രൗഢിയോ ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ലാതെ വരുന്നു. ഏഴാമത്തെ രാശിയിൽപ്പെട്ട ഇണജീവിതമാണെങ്കിൽ, അതായത് സ്ത്രീ ജനിച്ച രാശിയുടെ ഏഴാമത്തെ രാശിയിൽ പുരുഷൻ ജനിക്കുകയും ഭർത്താവായി ലഭിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ വിത്തം ഐശ്വര്യമേകുമെന്നല്ലോ മുജ്ജന്മബന്ധം
പരസ്പര അനുരാഗയോഗം, എന്നും പുതുമ, നല്ല ദാമ്പത്യം, സംതൃപ്ത ജീവിതം, ഐശ്വര്യം, സമാധാനം, നല്ല നേരത്ത് സന്താനം ഉണ്ടാകുക, അവർ നല്ല രീതിയിൽ അവയെ പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിക്കാനും വീടുണ്ടാക്കാനും ഭൗതിക സമ്പത്തുകൾക്കൊക്കെ തന്നെ പണമൊക്കെ വരും. പൊതുവെ ഏറ്റവും ഐശ്വര്യം, സമസപ്തമം എന്ന ഏഴാം രാശിയിൽപ്പെട്ട ബന്ധങ്ങൾ. എട്ടാമത്തെ രാശിയിൽ അപകടം, ദുർമരണം, അതുപോലെ അപഖ്യാതി, വ്യസനം, ദുഃഖം ഇത്യാദികൾ കൊണ്ട് ജീവിതം എന്തെല്ലാം ഉണ്ടെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ വരും. ഇങ്ങനെ ഓരോ രാശികളിലും അതിൻ്റെ ഫലവ്യത്യാസങ്ങൾ ഉണ്ട്. ഇവിടെ രണ്ടാമത്തെ രാശി ആയതുകൊണ്ട് ആണ് ഇദ്ദേഹം ഈ രാശിയുടെ പൊരുത്തം എന്താണ് എന്ന് ചോദിക്കാൻ കാരണം വന്നത്. പലതരത്തിൽ എത്ര കൊടുത്താലും ഒന്നുമില്ല, എത്ര സ്വർണം കൊടുത്താലും ഒന്നുമില്ല, എന്ത് കൊടുത്താലും അത് വിറ്റ് നശിപ്പിക്കുക. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല. പ്രത്യേകിച്ച് ഒരു ദിവസം 1,00,000 രൂപ കൊടുത്താലും അത് പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുമ്പ് അത് തീരും. പ്രത്യേകിച്ച് ഒന്നും ഖരവസ്തുക്കളായിട്ട് ഇട്ടിട്ടുമില്ല. ഇങ്ങനെയുള്ളവർക്കും 12 വ്യാഴമുള്ളവർക്കും 11 വ്യാഴം ജാതകത്തിലുള്ളവർക്കും ഒന്നും കൊടുക്കണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് എത്ര കൊടുത്താലും ഇല്ല. 12 വ്യാഴം നിൽക്കുന്നവർക്ക് എത്ര കൊടുത്താലും നശിപ്പിച്ച് കളയും. 11 വ്യാഴം ഉള്ളവർക്ക് കൊടുക്കണ്ട, അവർ തന്നെത്താനെ ഉണ്ടായിക്കോളും, അവരിരിക്കുന്നിടത്ത് തന്നെ വരും. പിന്നെ എന്തിനു കൊടുക്കുന്നവർ പറയും വേണ്ടാന്ന് പറയും, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് 11 വ്യാഴക്കാരനും 12 വ്യാഴം ജാതകത്തിലുള്ളവർക്കും രണ്ടാം രാശിയിൽപ്പെട്ട കല്യാണം നടക്കുന്നവർക്കും കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കണ്ട. പിന്നെയോ സമസപ്തമമുള്ളവർക്കും ഭാഗ്യരാശിയിൽ ഉള്ളവർക്കും 5ാം രാശിയിലുള്ളവർക്കൊക്കെ കൊടുത്താൽ അവരത് പൊലിപ്പിക്കും. അവർക്ക് കൊടുത്താൽ എന്നും കാണാനുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് നോക്കി കൊടുക്കാൻ പറ്റുമോ? അവശതയുള്ളവർക്കല്ലേ വീണ്ടും വീണ്ടും എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ പിന്നെയും കുത്തുവാളെടുക്കുക. എന്തായിരുന്നാലും ഈ രാശിപ്പൊരുത്തത്തിന് രാശി അധിപനായ ചൊവ്വായ്ക്കും വ്യാഴത്തിനും, അതായത് സുബ്രഹ്മണ്യനും ഭഗവതിക്കും വിഷ്ണുവെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും യഥാശക്തി ഈ കുട്ടികളുടെ കാര്യത്തിന് വഴിപാടുകൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ചെയ്ത് മുന്നോട്ട് പോവുക. വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്ത് കഴിവതും ഫണ്ട് നിലനിർത്തുക. കൊടുത്ത സാമ്പത്തികമൊന്നും കാണത്തില്ല. അതാണ് ഇദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു പ്രതിവിധി ചെയ്യുക. എന്നിട്ട് നിന്നില്ല വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുക.